മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം PM ശ്രീ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് സർക്കാർ U-ടേൺ അടിച്ചു എന്നാണ്, BJPക്ക് കീഴടങ്ങി എന്നാണ്. അദ്ദേഹം ഇന്നലെയും ഇന്നും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ്? മുസ്ലിം ലീഗിന്റെ നിലപാട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുത് എന്നാണ്. അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ PM ശ്രീ പദ്ധതിയെ എതിർത്തു നിന്നു ഇടതുപക്ഷം CPM. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു മലക്കം മറിച്ചിൽ എന്നും ചോദിക്കുന്നുണ്ട് PK കുഞ്ഞാലിക്കുട്ടി. ന്യായമായ ചോദ്യം തന്നെ. CPM നേതാക്കൾ വിശദീകരണം നൽകേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് UDF-ലെ ഘടകകക്ഷിയാണ്. ചെറിയ ഘടകകക്ഷിയല്ല, പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നാണ്, രണ്ടാം കക്ഷിയാണ്. കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ഈ പദ്ധതിയെക്കുറിച്ച്? അത് മുസ്ലിം ലീഗ് നേതാക്കൾ ചോദിക്കണ്ടേ? KC വേണുഗോപാലിനോടും അതേപോലെ VD സതീശനോടും KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിനോടുമൊക്കെ എന്താണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട്? ആ നിലപാട് ആദ്യം പറയൂ. അതിനുശേഷം നമുക്ക് അപ്പുറത്തിരിക്കുന്ന മുന്നണിയിലെ ഒരു പാർട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന്. എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി KC വേണുഗോപാലിനോട് ഇക്കാര്യം ചോദിക്കാത്തത്? KC വേണുഗോപാൽ ദേശീയ നേതാവ് കൂടിയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. കോൺഗ്രസിന്റെ നയ രൂപീകരണ സമിതിയിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ആളാണ്. അദ്ദേഹത്തോട് എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നില്ല എന്താണ് PM ശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കോൺഗ്രസിന്റെ നിലപാട് എന്ന്? ഒരു കോൺഗ്രസ് നേതാവും അക്കാര്യം പറയുന്നുമില്ല. PM ശ്രീ പദ്ധതിയിൽ ചേരേണ്ടതില്ല, അത് വർഗീയത പടർത്തുന്നതാണ്, അത് RSSന്റെ വിദ്യാഭ്യാസ നയങ്ങൾ ഒളിച്ചു കടത്തുന്നതാണ്. ഈ നിലപാടാണോ കോൺഗ്രസിന്റേത്? അത് ദേശീയ നിലപാടാണോ? ഈ ചോദ്യം ചോദിക്കണ്ടേ? അത് ചോദിക്കാതെയാണ് ഇടതുപക്ഷത്തിനെതിരെ CPM-നെതിരെ കുതിര കയറാൻ ശ്രമിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി. എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വിവരം ആരായുന്നില്ല എന്ന് സത്യത്തിൽ അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ VD സതീശൻ എതിർക്കുന്നുണ്ട്. ഒപ്പിട്ടത് ശരിയായില്ല, ഫണ്ട് വാങ്ങിക്കണം, NEP നടപ്പാക്കരുത്, ഇതാണ് എന്റെ നിലപാട്. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടാണോ? കേന്ദ്രം ഫണ്ട് തടഞ്ഞു വെക്കുന്നത് ശരിയല്ല, NEP നടപ്പാക്കരുത്, ഇതാണോ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്? അതാണോ കോൺഗ്രസിന്റെ ദേശീയ നിലപാട്? ഈ ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷെ മറുപടി കോൺഗ്രസ് നേതാക്കൾ നൽകുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി എങ്കിലും ഒരു ഫോൺ എടുത്ത് വിളിച്ച് ചോദിക്കണം KC വേണുഗോപാലിനോട്, അതല്ലെങ്കിൽ സണ്ണി ജോസഫിനോട്, അതല്ലെങ്കിൽ VD സതീശനോട്, ഇതെന്താണ് താങ്കളുടെ പാർട്ടിയുടെ നിലപാട് എന്ന്. അങ്ങനെ ഒരു നിലപാടിലേക്ക് UDF എത്തണ്ടേ? UDF ഈ വിഷയം ചർച്ച ചെയ്ത് എന്താണ് PM ശ്രീയോടുള്ള UDF-ന്റെ നിലപാട് എന്ന് UDF കൺവീനറെങ്കിലും പറയണ്ടേ? അത് പറയുന്നില്ല, അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. CPM-ഉം CPI-യും തമ്മിൽ തർക്കമുണ്ട്. ആ തർക്കം സൈദ്ധാന്തിക തർക്കം കൂടിയാണ്. അത് വേണം. രണ്ട് പാർട്ടികളാണ്, ആശയപരമായ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകണം, അത് പോസിറ്റീവാണ്. പക്ഷെ ഇതിൽ UDF-ന് നിലപാടുണ്ട്, കോൺഗ്രസിന്റെ നിലപാടുണ്ട് എന്ന് പറയണ്ടേ? മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യക്തമാണ്, ഒപ്പിടരുത് എന്നതാണ് അവരുടെ നിലപാട്. അത് തന്നെയാണോ കോൺഗ്രസിന്റെ നിലപാട് എന്ന് ചോദിക്കാൻ തയ്യാറാകണം PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒപ്പിട്ടു പോയി, അതുകൊണ്ട് എന്താ ചെയ്യാം? ഇതാണ്. BJP ആണ് ഒപ്പിട്ടത് കർണാടകയിലും തെലങ്കാനയിലും, അത് പിന്നീട് തുടരേണ്ടി വന്നു, പിൻവാങ്ങാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാജസ്ഥാന്റെ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അത് മാറ്റിവെച്ചാൽ തന്നെ എന്തുകൊണ്ട് പിൻവാങ്ങാൻ കഴിയില്ല? പിൻവാങ്ങാൻ കഴിയും. ഒരു സംസ്ഥാനം പിൻവാങ്ങിയിട്ടുണ്ട്. ആ സംസ്ഥാനത്തിന്റെ പേരാണ് പഞ്ചാബ് എന്ന്. 2022 ഒക്ടോബർ മാസത്തിലാണ് പഞ്ചാബ് സർക്കാർ MOU ഒപ്പിടുന്നത് PM ശ്രീ നടപ്പാക്കുന്നതിന് വേണ്ടി. 2022 ഒക്ടോബർ മാസത്തിൽ. 2023 ജൂലൈ മാസത്തിൽ പദ്ധതിയിൽ നിന്ന് പഞ്ചാബ് സർക്കാർ പുറകോട്ട് പോയി. ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പഞ്ചാബ് സർക്കാർ പുറകോട്ട് പോയി. പക്ഷെ എന്താണ് സംഭവിച്ചത്? പഞ്ചാബ് സർക്കാരിന് നൽകുന്ന കേന്ദ്ര വിഹിതമുണ്ട്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന കേന്ദ്ര വിഹിതം, അത് തടഞ്ഞു വെച്ചു. എല്ലാ സംസ്ഥാനങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ കേന്ദ്രം നൽകുന്ന വിഹിതമുണ്ട്, അത് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. സംസ്ഥാനത്ത് നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയിൽ നിന്നാണ് ആ പണം തിരിച്ചു നൽകുന്നത്. ആ പണം നൽകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കേരളത്തെ സംഭവിച്ചത് അങ്ങനെയാണ്. 1500 കോടി പിടിച്ചു വെച്ചു. ഇനിയിപ്പോൾ 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഒപ്പിടാതിരിക്കുന്നത്. അതിൽ ബംഗാളിന്റെ അവസ്ഥ എന്താണ് എന്ന് മലയാള മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമ പറഞ്ഞത് അവിടെ സ്കൂളുകളിൽ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നില്ല, സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് വാർത്ത മലയാള മനോരമ തന്നെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാടാണ് പിടിച്ചു നിൽക്കുന്നത്. അത് എത്ര കാലം എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്.
പക്ഷെ തമിഴ്നാടിന് മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പയുണ്ട്, ഹിന്ദി പഠിപ്പിക്കണം. അതാണ് അവരുടെ പ്രശ്നം. അത് ഒരിക്കലും തമിഴ്നാടിന് സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ അത് നമുക്ക് പ്രശ്നമില്ല, നമ്മൾ നേരത്തെ തന്നെ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. അത്തരമൊരു പ്രശ്നം കേരളത്തിലില്ല. പക്ഷെ പഞ്ചാബ് സർക്കാരിനെ സംബന്ധിച്ച് പഞ്ചാബ് സർക്കാരിന്റെ ഫണ്ട്, വിദ്യാഭ്യാസ ഫണ്ട് തടഞ്ഞു വെച്ചു, കോടിക്കണക്കിന് രൂപ. അവസാനം ഗത്യന്തരമില്ലാതെ പഞ്ചാബ് സർക്കാരിന് വീണ്ടും പദ്ധതിയിൽ ചേരേണ്ടി വന്നു 2024 ജൂലൈ മാസത്തിൽ. എന്ന് വെച്ചാൽ 2022 ഒക്ടോബറിൽ ഒപ്പിടുന്നു ആദ്യം പഞ്ചാബ് സർക്കാർ, 2023 ജൂലൈ മാസത്തിൽ പിൻവാങ്ങുന്നു. അതിനുശേഷം 2024 ജൂലൈ മാസത്തിൽ വീണ്ടും പദ്ധതിയിൽ ചേരുന്നു, ഒരു വർഷത്തിന് ശേഷം. അതുകൊണ്ട് പിൻവാങ്ങാൻ പറ്റും. അതുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പറയണം കോൺഗ്രസ് നേതാക്കളോട്, കെ സി വേണുഗോപാലിനോട്, കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങളോട്, കർണാടകയോടും തെലങ്കാനയോടും പറയണം ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ. രണ്ട് സംസ്ഥാനത്തും ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അതുകൊണ്ട് അവരോട് പറയണം പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങണം എന്ന്. കോൺഗ്രസ് നേതാക്കളോട് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒന്ന് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ടാണ് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാതിരിക്കുന്നത് എന്ന്. പക്ഷെ ചോദിക്കില്ല, കുഞ്ഞാലിക്കുട്ടി ചോദിക്കില്ല. ഇവിടെ മാത്രം ബഹളം വെക്കുക, അതാണ് ഇവിടെയൊക്കെ ഒരു രീതി, അതാണ് പുറത്തു വരുന്നത്. പക്ഷെ കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമങ്ങൾ ചോദിച്ചില്ല എങ്കിലും സ്വന്തം അണികൾ ചോദിക്കുന്ന കാലം വരിക തന്നെ ചെയ്യും.